എബനേസർ മാർത്തോമാ സഭയിലെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയുള്ള എൻ്റെ അവസാനത്തെ വാക്ക്. സ്വാഗതം. ഈ അവസാനത്തെ വാക്കെന്നൊക്കെ പറയുമ്പോൾ അത് വലിയ സംഭവമാണെന്നൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങനെ വലിയ സംഭവമൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യമല്ല. എങ്കിലും ഉണ്ടാകുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ സംഭവങ്ങളെ ആസ്പദമാക്കി ചില പ്രസക്തമായ ചിന്തകൾ മെനഞ്ഞെടുക്കുവാൻ സാധിക്കുമെന്നതൊരു യാഥാർത്ഥ്യമാകയാൽ ഞാൻ അല്പം സ്വരത്തിൽ ഗാംഭീര്യം മനഃപൂർവ്വം കലർത്തി ഈ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും ദീർഘസമയം ഗാംഭീര്യം നിലനിർത്തുവാൻ എൻ്റെ ഈ അവസ്ഥയിൽ സാധ്യമല്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എബനേസർ മാർത്തോമാ സഭയിൽ അനിഷ്ടമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. സംഭവം അതിൻ്റെ വിവിധമായ മേഖലകൾ ഇവയൊക്കെയും പൊതുജന ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കോളിളക്കം ഏതാണ്ട് നിയന്ത്രണ വിധേയമായി എന്ന് കാണുന്നതിൽ ആശ്വാസമുണ്ട്. എങ്കിലും ഇത് സംബന്ധമായ 3 കാര്യങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവസാനമായി ഇത് താല്പര്യമുള്ള ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളോട് അനുവാദം ചോദിക്കുകയാണ്. അനുവാദം ലഭിച്ചു എന്ന നിഗമനത്തിൽ മുൻപോട്ട് പോവുകയുമാണ്. ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഇതുവരെ ലഭിച്ച പ്രധാനപ്പെട്ട 2 പ്രതികരണങ്ങളെ പറ്റിയാണ്. അതായത് സഭയുടെ സംരക്ഷകർ എന്ന വിധത്തിൽ സഭ എന്താണെന്നോ സഭയുടെ സാക്ഷ്യം എന്തായിരിക്കണമെന്നോ ആത്മീയമായി സഭയെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് പ്രകാരമായിരിക്കുമെന്നോ എന്നൊന്നും പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലാത്ത വ്യക്തികൾ അവരുടേതായ സങ്കല്പത്തിൽ കൂടെ സഭയെ സംരക്ഷിക്കാനായി അവരുടേതായ സാമഗ്രികളും ആയുധവും കൊണ്ട് ഇറങ്ങിത്തിരിച്ചവർ പ്രധാനമായും 2 പോയിന്റുകളിലാണ് ഊന്നി പ്രതികരിച്ചിട്ടുള്ളത്. അവയെപ്പറ്റി ഹ്രസ്വമായി ഒന്ന് പരാമർശിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ പ്രതികരണങ്ങൾ എവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്നതുകൊണ്ട് തന്നെ. ആദ്യമായി പറയുന്നത്, താങ്കൾ ഏകപക്ഷീയമായിട്ടാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അതിൽ ഒരു അർത്ഥസത്യം ഇല്ലാതെയില്ല. കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ ഒരേ സ്രോതസ്സിൽ നിന്നാണ്, ഒരേ സോഴ്സിൽ നിന്നാണ്. ആ അർത്ഥത്തിൽ ഈ ആരോപണം ശരിയാണ് എന്ന് തോന്നുമെങ്കിലും നാം പരിഗണിക്കേണ്ട മറ്റൊരു വശം ഇതിനുണ്ട്. പബ്ലിക്കിൽ അല്ലെങ്കിൽ പൊതുവായ അറിവിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഞാൻ മറച്ചു വെക്കാൻ ശ്രമിച്ചോ? ലഭ്യമായിരിക്കുന്ന വസ്തുതകൾ ഭാഗികമായിട്ടാണോ ഞാൻ അവതരിപ്പിച്ചത്, അതോ അതിനോട് സത്യസന്ധത പാലിച്ച് ഞാൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തോ ഇല്ലോ? ഇതൊന്നാമത്തെ. രണ്ടാമത്തെ ചോദ്യം, ഈ വിഷയം അതിൻ്റെ പൂർണ്ണതയിൽ പരിഗണിക്കപ്പെടണമെന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഇതിൻ്റെ സത്യത്തിൻ്റെ മറുഭാഗം, അതായത് പൊതുവായി പരാമർശിക്കപ്പെടാത്ത മറുഭാഗം എന്താണ് എന്ന് പൊതുജനത്തിനൊന്ന് തെളിയിച്ചു കൊടുക്കുവാൻ ഒരു കുഞ്ഞു വിരൽ ആരെങ്കിലും അനക്കിയോ? ഞാൻ പല വിധത്തിൽ ഇങ്ങനെ സഭയുടെ സംരക്ഷകരായി വെളിയിൽ വരുന്ന ആളുകളോട് പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞു, നിങ്ങൾക്കറിയാവുന്ന സത്യം ദയവായി അറിയിക്കുക. വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യം, നിങ്ങളുടെ വാട്സാപ്പിൽ കൂടെ ഒരു ഓഡിയോ മെസ്സേജ് മാത്രം എനിക്ക് അയച്ചു തന്നാൽ മതി. ഞാൻ അതുപോലെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തയ്യാറാണെന്ന് ഞാൻ പലരോടും പറഞ്ഞു. ഈ സഭയുടെ ചാർജുള്ള
പ്രസാദ് അച്ഛനോട് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. പക്ഷേ സത്യം അതിൻ്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കപ്പെടണമെന്ന് നിർബന്ധം നടിക്കുന്ന ഈ മാന്യ സഹോദരി സഹോദരങ്ങൾ അവരാരും തന്നെ ഈ നിമിഷം വരെ അതിനെ കൂട്ടാക്കിയില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. എനിക്ക് ആരുടെയും പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ല. അതെൻ്റെ ജോലിയല്ല, എൻ്റെ ദൗത്യമല്ല. എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ മധ്യത്തിലുണ്ടായാൽ അതിൻ്റെ സത്യം എന്താണ് എന്നറിയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഒഴിവാക്കാൻ കഴിയാത്ത ആത്മീകമായ കടമയാണ്. കാരണം ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ സത്യത്തെ അറിയുവാനും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും ബാധ്യസ്ഥനാണ്. സത്യത്തെ കുഴിച്ചു മൂടിയിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് അവൻ്റെ ആത്മീയമായ ധർമ്മം നിർവഹിപ്പാൻ സാധ്യമല്ല എന്ന് ആരോടും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ അവസാനമായി ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. എബനേസർ മാർത്തോമ പള്ളി പേരൂർക്കട, അവിടെ നടന്ന ഈ അനിഷ്ട സംഭവത്തെ എൻ്റെ 3-4 വീഡിയോകളിൽ കൂടെ ചിത്രീകരിച്ചതിൽ നിന്ന് അപ്പുറമായി, അതൊന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ അവതരിപ്പിച്ച കാര്യങ്ങൾ അസത്യമാണ് എന്ന് തെളിയിക്കത്തക്ക എന്തെങ്കിലും വസ്തുതകളുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ, അത് നിലവിലുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക. അത് എത്ര വീഡിയോ കിട്ടിയാലും ഓഡിയോ കിട്ടിയാലും അത് മുഴുവനും ഞാൻ പ്രയോജനപ്പെടുത്തും. കാരണം സത്യം വെളിയിൽ വരണം എന്നതിൽ അപ്പുറത്ത് എനിക്ക് യാതൊരു താല്പര്യവുമില്ല, യാതൊരു ലക്ഷ്യവുമില്ല. എന്നാൽ നിങ്ങൾ അതിനെ കൂട്ടാക്കാതെ ഞാൻ ഭാഗികമായി മാത്രമാണ് ഈ സംഭവത്തെ മനഃപൂർവ്വം ചിത്രീകരിക്കുന്നത് എന്നാരോപിക്കുന്നത് സത്യത്തിന് നിരക്കാത്ത കാര്യമാണ്. നിങ്ങളുടെ തന്നെ മനുഷ്യത്വത്തിന് നിരക്കാത്ത കാര്യമാണ്. ഇതിനെപ്പറ്റി തൽക്കാലം അത് മാത്രമേ ഞാൻ പറയുന്നു. രണ്ടാമതായിട്ട് ഉള്ള ഒരു പ്രതിഷേധം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ചെറിയ കാര്യം വലുതാക്കിയിരിക്കും. അതായത് വെറും 40,000 രൂപയെ പറ്റി ഉള്ള ഒരു സംഭവം, അത് കൃത്രിമം കാണിച്ചു, അതിൽ ഫോർജറി കാണിച്ചു, അതിൽ ജനത്തിൻ്റെ മുമ്പിൽ അറിഞ്ഞുകൊണ്ട് ഒരു പുരോഹിതൻ കള്ളത്തിന് കൂട്ടുനിന്നു എന്നായി ആരോപണം. ഇങ്ങനെ 2-3 പേര് വ്യക്തിപരമായി എന്നോട് പറഞ്ഞു. ഈ കമൻറ്റ് ബോക്സിൽ പ്രതികരിക്കുന്നതിനപ്പുറം ഇന്നലെയും ഒരു വ്യക്തി എന്നെ കാണാൻ വന്നു. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ 40,000 രൂപ, അവസരത്തിൽ 40,000 രൂപ അല്ല, 39,000 ചില്ലുവാനും രൂപയാണ്. ഈ 39,000 രൂപ തൻ്റെ പോക്കറ്റിൽ നിന്നാണ് പോയിരുന്നതെങ്കിൽ താങ്കൾ അതിനെപ്പറ്റി ഇപ്രകാരം ഒരു നിലപാടെടുക്കുമോ? വേണ്ട, 100 രൂപയാണ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ അസത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെട്ടത് എങ്കിൽ നിങ്ങൾ സഹിക്കും? അതില്ല. കാരണം അതാണ്, അത് എൻ്റെ സ്വത്താണ്. ഇത് നാം പ്രത്യേകം തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. മലയാളിയുടെ ധാർമ്മിക ബോധം ഇത്രമാത്രം, സുറിയാനി ക്രിസ്ത്യാനിയുടെ ധാർമ്മിക ബോധം ഇത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ തൊലിയിൽ പോറൽ വരരുത്, എനിക്കൊരു രൂപ നഷ്ടം വരരുത്. പുതുമുതൽ എന്തും പോയിക്കോട്ടെ, ആര് പഠിച്ചോണ്ട് പോയിക്കോട്ടെ, ആ സമയത്തൊക്കെ ഞാൻ വളരെ മാന്യനായ നടിച്ചു നിൽക്കും. പക്ഷെ എൻ്റെ ഒരു കാശ് നിങ്ങൾ തൊട്ടാൽ അപ്പോൾ വിവരമറിയും. ഇതാണ് സുറിയാനി ക്രിസ്ത്യാനിയുടെ ധർമ്മബോധം എന്ന് തിരിച്ചറിയുക. ഒരു സഭയെന്ന നിലയിൽ അത് അതിൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ, അതിൻ്റെ വിവിധമായ അനുഭവങ്ങൾ നിശ്ചയിക്കുന്നതിൽ, നടപ്പാക്കുന്നതിൽ സത്യസന്ധത വേണം എന്നതിനെപ്പറ്റി സ്വർഗത്തിൽ പോകാൻ മുണ്ടും മടക്കി നിൽക്കുന്ന സുറിയാനി ക്രിസ്ത്യാനിക്ക് യാതൊരു താല്പര്യവുമില്ല. അങ്ങനെ സത്യത്തിനു വേണ്ടി സാക്ഷ്യം നിന്നാൽ നഷ്ടം വരും എന്നറിയാവുന്നത് കൊണ്ട്, ഈ നഷ്ടം സഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് മിടുക്കന്മാരായ സുറിയാനി ക്രിസ്ത്യാനികൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒന്നിൽ നിശബ്ദത പാലിക്കും, അല്ലെങ്കിൽ ഈ വേണ്ടാത്തത് ചെയ്യുന്ന ആളുകളോട് കൂട്ടുപിടിച്ച് അവിടെയാണ് കൂടുതൽ
അവസരവും അഭിമാനവും നേട്ടവും ആശ്വാസവും പ്രാപിപ്പാൻ അല്ലെങ്കിൽ വ്യക്തിപരമായ ലാഭം നേടാൻ സാധ്യതയുള്ളത് എന്നതുകൊണ്ട് അത് മിടുക്കായി അവർ ആ ഒരു നിലപാട് സ്വീകരിക്കും. ഇതിൽ എത്രമാത്രം ആത്മീയതയുണ്ട് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു കൊള്ളുവിൻ. ഇതിനെപ്പറ്റി എനിക്ക് അധികം ഒന്നും പറയാനില്ല. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അത് സന്തോഷ് മാത്യുവിനെ പറ്റിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ സന്തോഷ് മാത്യുവിന് അടിസ്ഥാനപരമായ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് അദ്ദേഹം തിരിച്ചറിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. തിരിച്ചറിയണമേ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. അത് സന്തോഷ് മാത്യു അല്ല, ഈ എബരേസർ മാർത്തോമാ സഭയിലെ എല്ലാ വ്യക്തികളും, അതും പോരാഞ്ഞ് കേരളത്തിലെ എല്ലാ സഭകളിലെയും എല്ലാ അംഗങ്ങളും തിരിച്ചറിയേണ്ട വളരെ പൊതുവായ പ്രസക്തിയുള്ള അർത്ഥവത്തായ ഒരു വലിയ തെറ്റിദ്ധാരണ ഈ സംഭവത്തിലുള്ളത് അവസാനമായി ഞാൻ സൂചിപ്പിക്കട്ടെ. ഇത് പറയുമ്പോൾ സന്തോഷ് മാത്യു എന്നോട് കോപിച്ചാലും ഇല്ലെങ്കിലും ഇത് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്താണ് സന്തോഷ് മാത്യുവിന് പറ്റിയ തെറ്റ്, അല്ലെങ്കിൽ അദ്ദേഹം അകപ്പെട്ടിരിക്കുന്ന തെറ്റിദ്ധാരണ എന്താണ്? അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ വിഷയത്തിൽ സന്തോഷ് മാത്യുവിനെതിരായി വളരെ ശക്തമായ നിലപാടെടുക്കുന്ന വ്യക്തികൾ എങ്കിലും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ആലോചിച്ചു എന്നതിന് യാതൊരു തെളിവും ഈ നിമിഷം വരെ ലഭ്യമല്ല. അതുകൊണ്ടും കൂടെയാണ് ഇതൊന്ന് വെളിപ്പെടുത്തുന്നത്. ഉചിതമാണ് എന്ന് മാത്രമല്ല, അത് അത്യന്തം ആവശ്യമാണ് എന്ന് എനിക്ക് ബോധ്യമാകും. എന്താണ് സന്തോഷിന് പറ്റിയ തെറ്റിദ്ധാരണ? അത് മറ്റൊന്നുമല്ല, ഞായറാഴ്ച ആരാധനാ മധ്യത്തിൽ കാപട്യം നടിച്ച് 39,000 രൂപ സഭയിലെ അംഗങ്ങളുടെ ദാനമായി കാപട്യം അഭിനയിച്ച് നടക്കുന്ന ഒരു ദമ്പതികൾ അടിച്ചു മാറ്റി എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. അദ്ദേഹം എബനേസർ മാർത്തോമാ സഭയുടെ അക്കൗണ്ട്സ് ട്രസ്റ്റി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സത്യസന്ധത പാലിക്കണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നത് വളരെ ശ്ലാഘനീയമാണ്. ഞാനതിനെ 100% ബഹുമാനിക്കും. അദ്ദേഹത്തെ പോലെയുള്ള കർത്തവ്യബോധം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ നല്ല ഉദ്ദേശമുള്ള, സ്വന്തം സത്യസന്ധതയെ വിലമതിക്കുന്ന ഇപ്രകാരമുള്ള അങ്ങനെയുള്ള ആളുകൾ ഈ കാലത്ത് വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകമായി തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം ഇങ്ങനെ ഒരു സംഭവത്തിൽ കൂടെ ഒരു 39,000 ചില്ലുവാനും രൂപ ആരാണ്ട് അടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നനഞ്ഞ ഇടം കുഴിക്കുക എന്ന പരിപാടിയിൽ ആ ദമ്പതികൾ വീണ്ടും വന്ന് ഇവിടെ നിന്ന് ഈ അസത്യത്തിൻ്റെ കൊയ്ത്ത് നടത്താനായി ശ്രമിച്ചു. ഇതല്ല ഇവിടുത്തെ പ്രശ്നം. എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രോഗം എന്താണ്, രോഗലക്ഷണങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. ഈ സംഭവം ഒരു രോഗലക്ഷണം മാത്രമാണ്. യഥാർത്ഥത്തിൽ രോഗം എന്താണ്, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനെതിരായിട്ടാണ് നാം യുദ്ധം ചെയ്യേണ്ടത്. അതിനെതിരായിട്ടാണ് നാം ഒരു നിലപാടെടുക്കേണ്ടത്. ഈ സംഭവം രോഗലക്ഷണം മാത്രമെങ്കിൽ ആ രോഗലക്ഷണം ചൂണ്ടിക്കാണിക്കുന്ന രോഗം എന്താണ്? വാട്ട് ഈസ് ദ ഡിസീസ് ഓഫ് വിച്ച് ദിസ് എപ്പിസോഡ് ഈസ് ഓൺലി എ മിയർ സിംറ്റം? നമുക്കറിയാം, ഏത് ഡോക്ടറോട് ചോദിച്ചാലും ആ ഡോക്ടർക്ക് ബോധമുണ്ടെങ്കിൽ പറയും, നിങ്ങൾ ഉന്നം വെക്കേണ്ടത് രോഗലക്ഷണത്തെ അല്ല, രോഗത്തെ തന്നെയാണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് രോഗത്തെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. രോഗലക്ഷണം പ്രകടമാണല്ലോ. ഡയഗ്നോസിസ് ആവശ്യമായിട്ട് വരുന്നത് അത്ര പ്രകടമല്ലാത്തതും മറഞ്ഞിരിക്കുന്നതും പ്രഥമദൃഷ്ട്യാ കാണാൻ കഴിയാത്തതുമായ രോഗത്തെ മനസ്സിലാക്കാനാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പുണ്ണുണ്ടാകും,
അതിൻ്റെ കാരണം ത്വക്കല്ല, ത്വക്കിലെ ചൊറിച്ചിലല്ല, നമ്മുടെ രക്തത്തിൽ പഞ്ചസാര കൂടിയത് കൊണ്ടാണ്, ഡയബറ്റീസ്. അങ്ങനെ പെരിഫറൽ പ്രശ്നങ്ങൾ വരും, ത്വക്കിൻ്റെ പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഡയബറ്റീസ് കൂടി അല്ലെങ്കിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ബാഹ്യമായ ഈ ഒരു രോഗലക്ഷണം ഉണ്ടായതെങ്കിൽ അവിടെ ഡയബറ്റീസ് സംബന്ധമായ ഈ പ്രശ്നത്തിൻ്റെ മുഖത്ത് ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ ആ പ്രശ്നം മാറത്തില്ല, അത് കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. അത് ഡയബറ്റീസിന് ചികിത്സ നടത്തണം എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഡയബറ്റീസ് എന്താണ്? രോഗലക്ഷണം നാം കണ്ടു. എന്താണ് ഇവിടുത്തെ ഡയബറ്റീസ്? അത് മറ്റൊന്നുമല്ല, അത് മാമോൻ സേവ തന്നെയാണ്. ഇതിനകത്തുള്ളൊരു വിരോധാഭാസം, സന്തോഷ് മാത്യു അക്കൗണ്ട്സ് ട്രസ്റ്റിയാണ്. അദ്ദേഹം ഈ സഭയുടെ വരുമാനം എണ്ണി തിട്ടപ്പെടുത്തുന്ന ആളാണ്. ഈ വരുന്ന നോട്ടും കീട്ടും ചീട്ടും ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ, സഭയുടെ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ സന്തോഷ് മാത്യു ഉള്ളിൽ നന്നേ സന്തോഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കും. ഇത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചില്ല. ഞാൻ രണ്ടും കൂട്ടിയാൽ 4 എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് 7 എനിക്കും തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ രണ്ടും കൂട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ 4 പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സന്തോഷ് മാത്യു തിരിച്ചറിയേണ്ടത് സഭയുടെ ദർശനത്തിൽ, സഭയുടെ മുൻഗണനയിൽ, സഭയുടെ വിശ്വാസത്തിൽ, പ്രവർത്തന രീതിയിൽ, സഭ തന്നെ മനസ്സിലാക്കുന്നതിൻ്റെ വിധത്തിൽ പറ്റി എന്തിൽ സഭ അഭിമാനം കൊള്ളുന്നു, ആശ്രയം വയ്ക്കുന്നു, എങ്ങനെയുള്ള ഘടകങ്ങളൊക്കെയും നാം പരിശോധിക്കുമ്പോൾ ഇതെല്ലാം അവസാനമായി അരിച്ചു പെറുക്കിയാൽ അവശേഷിക്കുന്ന ഏക പദമാണ് പണം അല്ലെങ്കിൽ ധനം എന്നുള്ളത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പറയേണ്ട ആവശ്യമില്ലെങ്കിലും പറയുന്നു, ഇതറിയാൻ മേത്ത പിഞ്ചു പൈതങ്ങൾ പോലും ഈ ഭൂമിയുടെ പരപ്പിലില്ല, എങ്കിലും ഞാൻ പറയുന്നു, സഭകൾ ആശ്രയം വയ്ക്കുന്നത് ദൈവത്തിലല്ല, പണത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ഏത് വിധത്തിലും പണം സമ്പാദിച്ചാൽ അത് നല്ലതാണ്. ഒരു ഉദാഹരണം പറയുമ്പോൾ അത് കുറെ കൂടെ വ്യക്തമാകുമല്ലോ. നമ്മുടെ മുമ്പിൽ ദീർഘനാളുകളായി നിൽക്കുന്ന ഒരു ഉദാഹരണം, ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും തമ്മിൽ ഇത്ര കടുത്ത വൈരാഗ്യം വരുവാനുള്ള കാരണം എന്താണ്? അത് പണക്കൊതി മാത്രമല്ലേ? ഒരു കേസിൽ കൂടെ ജയിച്ച് യാക്കോബ സഭയുടെ 1000-ൽ പരം പള്ളികളും അത് സംബന്ധമായ സ്ഥലവും സ്ഥാപനങ്ങളും എല്ലാം കൈക്കലാക്കിയാൽ 7000 കോടി തൊട്ട് 10000 കോടി രൂപയുടെ മുതലാണ് രായ്ക്ക് രാമായണം കയ്യിൽ വന്ന് വീഴുന്നത്. പിന്നെ ഓർത്തഡോക്സ് ബാവ വിട്ടുകൊടുക്കുവോ? സുനഹദോസ് വിട്ടുകൊടുക്കുവോ? ആ സമയത്ത് സഹോദരനോട് സഹോദരിയോട് കരുണ കാണിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ബാവ മുട്ടുമടക്കി തൊഴിക്കും, പൂഴിക്കടകനടി അടിക്കും. കാരണം എന്താണ്? ബാവയും കുഞ്ഞുങ്ങളും ആരാധിക്കുന്നത് മാമോനെ തന്നെയാണ്. മാർത്തോമാക്കാരെ അനേകം ആളുകൾ എനിക്കറിയാം. എനിക്ക് വാസ്തവത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്നത്, അടുപ്പമുണ്ടായിരുന്നത്, ബഹുമാനമുണ്ടായിരുന്നത് മാർത്തോമാ സഭയെ പറ്റിയാണ്. ഞാനൊരു CSIക്കാരനായി ആരംഭിച്ചുവെങ്കിലും അതിനുശേഷം ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിലെ അംഗമായി അങ്ങനെ ഞാൻ പ്രവർത്തിച്ചുവെങ്കിലും വൈകാരികമായും ആത്മീയമായും എനിക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് മാർത്തോമാ സഭയാണ്. അതിനെപ്പറ്റി എനിക്ക് യാതൊരു ആശയക്കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം, ബഹുഭൂരിപക്ഷം മാർത്തോമാക്കാരും ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് മാർത്തോമാ സഭയുടെ ആത്മീയമായ സമ്പത്തിനെ പറ്റി അല്ല, അതിൻ്റെ ഭൗതികമായ വളർച്ചയെപ്പറ്റിയും അതുമൂലം കൈവരുന്ന സാമ്പത്തികമായ കൊഴുപ്പിനെ പറ്റിയുമാണ്. അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഈ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം പേരൂർക്കട എബനേസർ മാർത്തോമാ സഭയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ധാർമ്മികവും ആധ്യാത്മികവുമായ വിമ്മിഷ്ടം താൽക്കാലികമായി ഒന്ന് ശമിച്ചു കിട്ടുമെങ്കിലും
ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഒരു സഭയുടെ പൊതുവായ സ്വഭാവം മാമോൻ സേവയിൽ ഒതുങ്ങി നിൽക്കുന്നുവെങ്കിൽ അതിൽ ചുമതല വഹിക്കുന്ന എല്ലാവരെയും ഈ രോഗം ബാധിക്കുകയും ഏതെല്ലാം വിധത്തിലായാലും കുഴപ്പമില്ല, പണമുണ്ടാക്കുന്നതാണ് മിടുക്ക്, പണമില്ലാത്തവൻ പിണമാണ് എന്ന ഏക വിശ്വാസ പ്രമാണം മാത്രമേ നമ്മുടെ ഇടയിൽ യഥാർത്ഥത്തിൽ ക്രിയ ചെയ്യുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ വിദേശത്ത് ഒരു പള്ളിയുടെ ചുമതല കിട്ടാനായി നമ്മുടെ പുരോഹിതന്മാർ വിദേശത്തുള്ളവരെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനുള്ള ഏക താല്പര്യത്തിൽ ഏത് മെത്രാൻ്റെയും കാല് പിടിക്കാനും കൈമണി അടിക്കാനും ആത്മാഭിമാനത്തെ 100% അടിയറ വെക്കുവാനും തയ്യാറാകുന്നത് മാമോൻ സേവ കൊണ്ട് മാത്രമാണ് എന്ന് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ മാർത്തോമാ സഭയുടെ വലിപ്പം ഇപ്പം മാരാമൺ കൺവെൻഷൻ, ഞാൻ മാരാമൺ കൺവെൻഷൻ്റെ ഒരു ആരാധകനാണ്, എങ്കിലും ഞാൻ പറയട്ടെ, അതിനെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ആദ്യമായി മാർത്തോമാക്കാരൻ പറയുന്നത് അതിൻ്റെ വലിപ്പമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ അതാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതേസമയം നാം ചിന്തിക്കേണ്ട കാര്യം വലിപ്പവും സ്വർഗരാജ്യവും തമ്മിൽ എന്താണ് ബന്ധം? സ്വർഗരാജ്യത്തിൻ്റെ തനതായ സ്വഭാവം മനസ്സിലാക്കുന്നതിന് വേണ്ടി യേശു ഉപമ പഠിപ്പിച്ചില്ലേ? അതൊരു കടുകുമണിക്ക് സദൃശം. ആ കടുകുമണിയില്ലാതെ കൈമണിയായിട്ട് മാറിയാൽ എന്തായിത്തീരും? ഇതാണ് നമ്മുടെ പ്രശ്നം. ഇത് തിരിച്ചറിയാൻ ഉള്ള നല്ല അർത്ഥവത്തായ ഒരു സന്ദർഭമായി ഈ എബനേസർ മാർത്തോമാ സഭയിൽ നടന്ന സംഭവം, ഇതുപോലെ അനേക സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നിങ്ങളുടെയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. പക്ഷേ ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിലും ഇതിൻ്റെ മൂല കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ ആരും കൂട്ടാക്കാത്തത് കൊണ്ടാണ് ഈ വീഡിയോയിൽ അവസാനമായി ഈ ഒരു ചിന്ത കൂടെ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നിയതും ഞാൻ ആ കടമ നിർവഹിച്ചതും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇന്നലെ മുതൽ ആരംഭിച്ച മാരാമൺ കൺവെൻഷന് എല്ലാ ആത്മീയമായ അനുഗ്രഹങ്ങളും നേരുന്നു. കേരളത്തിൻ്റെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും മാർത്തോമാക്കാർ മാത്രമല്ല മറ്റുള്ള വിശ്വാസികളും വളരെ പ്രതീക്ഷയോടെ മണക്ക് വരികയും അവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ പ്രത്യാശ നിർഭരരായി പങ്കെടുക്കുകയും ചെയ്യുന്നു. അവരുടെ കൂടിവരവിനെ ലോകത്തിൻ്റെ വെളിച്ചമായ യേശുക്രിസ്തു അനുഗ്രഹിക്കട്ടെ. എന്ന് മാത്രവുമല്ല, ആ മണക്ക് നടത്തപ്പെടുന്ന വചന പ്രഘോഷങ്ങളിൽ കൂടെ പൊന്തി വരുന്ന ആത്മീയമായ ആശയങ്ങൾ ലോകത്തിന് പ്രകാശമായി സ്ഥിതി ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന മാർത്തോമാ സഭയുടെ ജീവിതത്തിലും അർത്ഥവത്താകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വന്ദനം.